നമുക്കറിയാം കേരളത്തിൽ ഫ്രൈഡ് റൈസും എഗ് ബിരിയാണിയും പുലാവും ഒക്കെ പ്രഖ്യാപിച്ചതാണ്. പലപ്പോഴായി ഇത് നൽകി വരികയും ചെയ്തു. ഇപ്പോൾ അതൊക്കെ നിന്നിരിക്കുന്ന അവസ്ഥയാണ്. തമിഴ്നാട്ടിൽ പക്ഷേ ഇതാ വിജയ് സർക്കാർ ജനകീയമായ പല പ്രഖ്യാപനങ്ങളും നടത്തുകയാണ് സമാനമായ രീതിയിൽ. അവിടെ എന്താ പ്രതിസന്ധിയില്ലേ? എങ്കിൽ പോലും സ്കൂളുകളിൽ ഉച്ചഭക്ഷണത്തിന് ചിക്കൻ ബിരിയാണിയാണത്രേ തമിഴ്നാട്ടിൽ നൽകാൻ പോകുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം ചിക്കൻ ബിരിയാണി നൽകാൻ ആലോചിക്കുന്നുവെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി എ രാജ്മോഹൻ അറിയിച്ചത്. നിലവിൽ ഉച്ചഭക്ഷണത്തിന്റെ ഭാഗമായി ആഴ്ചയിൽ 5 ദിവസവും മുട്ട വിതരണം ചെയ്യുന്നുണ്ട്. YS അഭിനന്ദ് ചേരുന്നു. അഭിനന്ദ്, നമ്മൾ കേരളത്തിലെ സാഹചര്യം ചർച്ച ചെയ്യുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്നാണ് അധ്യാപക സംഘടനകൾ പറയുന്നത്. സർക്കാർ വിഹിതത്തിലെ കുറവൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ ഇതാ ആഴ്ചയിൽ ഒരു ദിവസം ചിക്കൻ ബിരിയാണി കുട്ടികൾക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ ഭക്ഷണക്രമം മാറ്റുന്നു എന്ന് വേണം. വിലക്കയറ്റത്തെയൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാം എന്നതാണ് തമിഴ്നാട് സർക്കാരിന്റെ തീരുമാനം. വിനീത, കേരളത്തിലെ ഉച്ചഭക്ഷണ വിതരണം പ്രതിസന്ധിയിലായി ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നുള്ള വാർത്ത വരുന്നതിനിടയിലാണ് തമിഴ്നാട് സർക്കാർ വിദ്യാർത്ഥികൾക്ക് സന്തോഷമുണ്ടാകുന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി ചിക്കൻ ബിരിയാണിയും മുട്ടയും ആഴ്ചയിൽ ഒരു ദിവസം നൽകുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി എ രാജ്മോഹൻ അറിയിച്ചിരിക്കുന്നത്. അടിയന്തര പ്രാധാന്യത്തോടുകൂടി വിഷയം പരിഗണിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി അവസാനമായി തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രി ജോസഫ് വിജയ് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഈ വിഷയം എത്തിയിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. നിലവിൽ വെജിറ്റബിൾ ബിരിയാണിയും മുട്ടയും ആഴ്ചയിൽ ഒരു ദിവസം നൽകുന്നുണ്ട്. ഇതിൽ കൂടാതെയാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചിക്കൻ ബിരിയാണിയും മുട്ടയും നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. 5ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നിലവിൽ പ്രഭാത ഭക്ഷണം സൗജന്യമായുണ്ട്. 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ സൗജന്യമായി പ്രഭാത ഭക്ഷണം നൽകാനുള്ള ഒരു പദ്ധതി കൂടി ഇപ്പോൾ വിജയ് സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും ഇനി മുതൽ ഉച്ചഭക്ഷണത്തിന്റെ ഭാഗമായി ചിക്കൻ ബിരിയാണിയും മുട്ടയും ലഭിക്കുക. സെപ്റ്റംബർ മാസം മുതൽ ഇത് പ്രാബല്യത്തിൽ വരുത്താനാണ് തമിഴ്നാട് സർക്കാരിന്റെ തീരുമാനം. കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ ഫണ്ട് കിട്ടണമെന്നുള്ള ആവശ്യം വിജയ് സർക്കാർ എന്തായാലും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരൊറ്റ പ്രശ്നം മാത്രമേ തമിഴ്നാട് സർക്കാരിന് മുന്നിലുള്ളൂ. നൽകാൻ തയ്യാറാണ്, കേന്ദ്രം ഫണ്ട് നൽകുന്നില്ല എന്നുള്ളത്. അത് കേരളത്തെയും വലയ്ക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ തമിഴ്നാട്ടിൽ ഇതാ ചിക്കൻ ബിരിയാണിയിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ എഗ് ബിരിയാണിയൊക്കെ വേണ്ട എന്ന് വെക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. സർക്കാർ കനിയാതെ മറ്റു മാർഗങ്ങളില്ല.